ഹായ്, ഇന്ന് ഡേവിഡ് ലീച്ച് സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ കോമഡി സിനിമ പരിചയപ്പെടുത്തി തരാം. ദി ഫാൾ ഗൈ. റയാൻ ഗോസ്ലിംഗ് ആണ് സിനിമയിലെ ഹീറോ. ഗോസ്ലിങ്ങിനെ എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ്. അതായത് പ്രസന്റ് ടൈമിൽ ഏത് ടൈപ്പ് സിനിമയും ചെയ്യാൻ പറ്റിയൊരു ആർട്ടിസ്റ്റാണ് ഇദ്ദേഹം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് സിനിമകളും കാണാൻ വേണ്ടി പറ്റും. സൈഫൈ ഉണ്ടാവും, കോമഡി ഉണ്ടാവും, ആക്ഷൻ ഉണ്ടാവും, ഡ്രാമ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ വർഷം റിലീസായ ബാർബി എന്ന് പറയുന്ന സിനിമ ഒരു വുമൺ ഓറിയൻറ്റഡ് മൂവിയാണ്. അതിലും ഇദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് കാണാം, ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളൊന്നുമല്ല, പക്ഷേ ഏത് ടൈപ്പ് സാധനവും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് റയാൻ ഗോസ്ലിംഗ്. ഈ സിനിമയിലെ നടി എമിലി ബ്ലണ്ട് ആണ്, അറിയാമല്ലോ. ഓപ്പൻഹൈമറിലെ പെർഫോമൻസും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സിനിമകളിലെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടാവും. അതായത് രണ്ട് കിടിലൻ ആർട്ടിസ്റ്റുകളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി സിനിമ തീരെ എൻജോയ് ചെയ്തിട്ടേ ഇല്ല. അതായത് സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയാണ് കാണിക്കുന്നത്. ഗോസ്ലിങ്ങിൻ്റെ കഥാപാത്രം കോൾട്ട്, ഇദ്ദേഹം ഒരു സ്റ്റണ്ട് ഡബിളാണ്. അതായത് ഈ ആക്ഷൻ സീക്വൻസിലെല്ലാം വലിയ ഹീറോസിനൊക്കെ വേണ്ടിയിട്ട് ഡ്യൂപ്പായിട്ട് അഭിനയിക്കില്ലേ, അതുപോലത്തെ ഒരു കഥാപാത്രമാണ്. കോൾട്ട് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഒരു സ്റ്റണ്ട് മാനാണ്. അപ്പോൾ ഒരു സിനിമയുടെ ആക്ഷൻ സീക്വൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കോൾട്ടിന് വലിയൊരു ഇഞ്ചുറി സംഭവിക്കും. അങ്ങനെ ഒരുപാട് നാൾ ഇയാൾ റെസ്റ്റിലിരിക്കേണ്ടി വരും. അപ്പോൾ ആ സിനിമയുടെ ക്യാമറ വുമൺ ആയിരിക്കും ജോഡി, അതായത് എമിലി ബ്ലണ്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രം. അപ്പോൾ അവർ ആ സമയത്ത് റിലേഷനിലായിരിക്കും. പക്ഷേ ഇങ്ങനെ ഈ ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചതിന് ശേഷം ഇവർ തമ്മിൽ വലിയൊരു സെപ്പറേഷൻ വരും. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ജോഡി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണെന്ന് അറിയുകയും പിന്നെ ആ സിനിമയിലേക്ക് ഇയാളെ വിളിക്കുകയും ചെയ്യും. നമ്മുടെ കോൾട്ടിനെ വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കോൾട്ട് സെറ്റിലെത്തുമ്പോഴത്തേക്കാണ് അറിയുന്നത് ജോഡി ആക്ച്വലി ഇയാളെ വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ സിനിമയിലെ ഹീറോ എന്ന് പറയുന്നത് ടോം റൈഡറാണ്. സ്ഥിരമായിട്ട് ടോം റൈഡറിൻ്റെ ഡ്യൂപ്പായിട്ട് അഭിനയിക്കുന്ന ആളാണ് നമ്മുടെ കോൾട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ടോം റൈഡർ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഒരു ചെറിയ കശവിശ ഉണ്ടാകുകയും അതിനുശേഷം ഇയാളെ കാണാതാവുകയും ചെയ്യും. അപ്പോൾ ആ ചങ്ങായിയെ കണ്ടുപിടിക്കണം, അതാണ് പണി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് കുറേ ക്രൈമും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷേ ബേസിക്കലി ഫൺ മോഡിൽ പോകുന്നൊരു സിനിമയാണ്. ഇപ്പോൾ നമ്മൾ ഈ സിനിമയ്ക്കുള്ളിലെ സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ ഈ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയില്ലേ, ഒരു ആക്ഷൻ കൊറിയോഗ്രാഫറായിട്ട് അഭിനയിക്കുന്ന സിനിമയില്ലേ, ടാർസൻ ആൻ്റണി എന്നോട്ടാണ് ക്യാരക്ടറിൻ്റെ പേര്. സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നൊരു മടുപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ വർഷങ്ങൾക്ക് ശേഷം നടികർ തിലകം ഇതൊക്കെ കാണുന്ന സമയത്ത്, അതായത് സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്നൊരു മടുപ്പ്, അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ മടുപ്പാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ രീതിയിൽ കാണാൻ പറ്റുമായിരിക്കും എന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബേസിക് പ്ലോട്ട് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്കത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ചേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. സിനിമാറ്റോഗ്രാഫി അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. കൂടുതലൊന്നും പറയാനില്ല, കണ്ടു നോക്കുക. നിങ്ങളിപ്പോൾ ഗൂഗിളിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് കാണും. പക്ഷേ എനിക്കിത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയാണ്. അവസാനം എല്ലാം കൂടി ചേർത്ത് ഇങ്ങനെ ഒന്ന് സോൾവ് ആക്കി എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിലാണ് സിനിമ അവസാനിക്കുന്നത്. അവസാനം നമ്മുടെ ജോഡിയും അതുപോലെ തന്നെ കോൾട്ടും ഒന്നിക്കും. അങ്ങനെയൊക്കെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കണ്ടു നോക്കുക ദി ഫാൾ ഗൈ.